മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയും കടനും ചേർന്ന് ചികിത്സയ്ക്ക് വേണ്ടി തോമസ് വൈദ്യന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഈ സമയം സാഗറിനെ കാണുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും പറയുകയാണ് ഇനി പഴയ ദേഷ്യങ്ങളൊന്നും തന്നെ വേണ്ട എന്ന്. അങ്ങനെ സാഗറിനോട് വളരെ സ്നേഹത്തോട് തന്നെ സംസാരിക്കുന്നുണ്ട്. സാഗറിനാണെങ്കിൽ അത് ഒത്തിരി സന്തോഷമാവുന്നു. പിന്നീട് വൈദ്യനെ കാണാനായിട്ട് പോവുകയാണ്. ഈ തൃക്കാർത്തിക ദിവസം തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കണം. അതിനു വേണ്ടിയിട്ട് ഭക്തിയോട് കൂടിയിട്ടുള്ള പൂജകളാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. നന്നായി തൊഴുത് പ്രാർത്ഥിക്കണം. മഹാലക്ഷ്മി പ്രത്യേകം പ്രാർത്ഥിച്ചിരിക്കണം. കാരണം മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന മാത്രമേ ദൈവങ്ങൾ കേൾക്കത്തുള്ളൂ. അത്രയ്ക്കും മഹാലക്ഷ്മി കണ്ണനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മഹി പറയുകയാണ്, ഞാൻ ഉറപ്പായിട്ട് മുടങ്ങാതെ ദൈവങ്ങളെ വിളിക്കുന്നുണ്ട്. എൻ്റെ കണ്ണേട്ടൻ എത്രയും പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് നടക്കണം. എൻ്റെ കണ്ണേട്ടന് 18 പടികളും സ്വന്തം കാലുകൾ കൊണ്ട് തന്നെ ചവിട്ടി കയറാനായിട്ട് കഴിയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈദ്യനാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ്. എന്തായാലും അയാൾ വീണ്ടും പറയുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണന്റെ ഭാഗ്യമാണെന്ന്. പിന്നീട് ചികിത്സയ്ക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാവട്ടെ മേഘനാഥനെ കാണാനായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷെ അത് പരാജയപ്പെടുക മാത്രമല്ല, ഞാനും കരുണയും കൂടിയിട്ടായിരുന്നു അത് എടുത്തു മാറ്റിയത്. എന്നിട്ട് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കയ്യിൽ കൊണ്ടുകൊടുത്തു. അവരത് കൊണ്ടുപോകുന്ന സമയത്ത് ആക്സിഡന്റ് ആയി. അവിടെ വെച്ച് അയ്യപ്പ വിഗ്രഹം നഷ്ടപ്പെട്ടുവെങ്കിലും അത് കറക്റ്റായി തന്നെ തിരിച്ച് കമലേശ്വരത്തിലേക്ക് എത്തി. അവർ വെച്ച സ്ഥലത്ത് തന്നെ അത് വീണ്ടും വന്നിരുന്നു. അച്ഛനും മുത്തശ്ശിയും ഹോസ്പിറ്റലായി. ഇതൊക്കെ കേട്ട് മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവരെ തൊടാൻ പോലും കഴിയില്ല. അവരിടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ തന്നെ അവരുടെ അയ്യപ്പസ്വാമി അവരെ വിട്ടു പോവില്ല. അതിലെന്തോ ഒരു പ്രത്യേക ശക്തിയുണ്ട്. അവർ ശരിക്കും ദൈവത്തിന്റെ പ്രതിരൂപമായിരിക്കും എന്നൊക്കെ ഉണ്ണി ചോദിക്കുന്നു. ആരുടെയൊക്കെ പ്രതിരൂപമാണെങ്കിലും അവളും അവനും ഇനി ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. കണ്ണന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ആ മഹാലക്ഷ്മി. അവൾ എന്നില്ലാതാകുന്നോ അന്ന് മുതൽ അവൻ പഴയതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാലും കൈയും പിടിച്ചായിരിക്കും പിന്നീട് ജീവിക്കുക, നമ്മൾ പറയുന്നത് മാത്രം കേട്ടിട്ട്. അതുകൊണ്ട് നമ്മളുടെ ടാർഗറ്റ് അവൾ തന്നെ ആയിരിക്കണം. ഇനി പ്ലാനിങ് ഒന്നും തന്നെ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കുക, ഒറ്റയടിക്ക് തന്നെ തട്ടിക്കൊണ്ടുപോകുക ഒന്നും തന്നെ പാടില്ല എന്നൊക്കെ ഉണ്ണിയോട് മേഘനും പറയുന്നുണ്ട്. അവരുടെ സർവനാശം എനിക്ക് കാണണം. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച് അവർക്ക് എല്ലാവർക്കും തിരിച്ചടി കിട്ടിയിരിക്കണം എന്നൊക്കെ മേഘൻ ഉണ്ണിയോട് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ മേഘനാഥനോട് പറയുന്നുണ്ട്, ഇപ്പോൾ അയാൾ ചികിത്സയ്ക്കായിട്ട് മാലയിട്ടതിന് ശേഷം തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങേരെങ്ങാനും എഴുന്നേറ്റ് നടക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. കാരണം 2 കാലും ചലിക്കുന്നത് ഞാനും അമ്മയും കണ്ടിരുന്നു. എന്തോ ഇനി അവരുടെ കാലമാണെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്ന മേഘനാഥൻ പറയുന്നുണ്ട്, അവൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനായിട്ട് പാടില്ല. അവന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന മാസമാണ് ഈ വൃശ്ചികം. ഈ വൃശ്ചിക മാസം തന്നെ അവന് അവന്റെ മഹാലക്ഷ്മിയെ നഷ്ടപ്പെടണം. എന്നേക്കുമായിട്ട് അവൻ കണ്ണീരിലാവണം. അവൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത് എന്നൊക്കെ മേഘനാഥൻ പറയുകയാണ്. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ പുറത്തു നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാനായിട്ട് കഴിയും. എന്തായാലും കുറച്ച് സൂക്ഷിച്ചാണെങ്കിലും അവരെ ഇല്ലാതാക്കിയേ മതിയാകുള്ളൂ എന്നൊക്കെ മേഘനാണെങ്കിൽ ഉണ്ണിക്ക് ഉപദേശം കൊടുക്കുകയാണ്. പിന്നീട് ഉണ്ണി ആവട്ടെ നേരെ ചെല്ലുന്നത് പ്രതാപന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉണ്ണി അവരോടും കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. ഇനി കളികൾ മറിഞ്ഞിരുന്ന് അവരത് നേർക്കുന്നത് തന്നെയാവണം. അവൻ ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കും. കാരണം തോമസ് വൈദ്യന്റെ ചികിത്സയിലിരിക്കെ ആരും തന്നെ വെറുതെ പോയിട്ടില്ല. അന്ന് മരുന്നുകൾ മാറ്റിക്കൊടുത്തത് കൊണ്ട് മാത്രമാണല്ലോ ഈ കണ്ണന് ഈ അവസ്ഥ വന്നത്. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. നമ്മളിൽ നിന്നും അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അത് തന്നെയാണ് അവൻ മലയ്ക്ക് പോകാൻ മാലയിടാനും കാരണം. അവൻ എന്തൊക്കെയോ ചലനശേഷികൾ തിരികെ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും തിരികെ കിട്ടിയതിന് ശേഷമേ നമ്മളെ അറിയിക്കുള്ളൂ എന്ന് കരുതിയിട്ടായിരിക്കും. എന്തായാലും അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അവളെ എത്രയും പെട്ടെന്ന് തട്ടിക്കൊണ്ടുവന്ന് ഇല്ലാതാക്കണം. അതും അവൾ തന്നെയാണ് മരിക്കുന്നതെന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഉറപ്പാക്കണമെന്നൊക്കെ പ്രതാപനാണെങ്കിൽ ഉണ്ണിക്ക് ഉപദേശം കൊടുക്കുകയാണ്. മാത്രമല്ല കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കാനും അവർ തീരുമാനിക്കുന്നു. പിന്നീട് ആശ്രമത്തിലാവട്ടെ കണ്ണനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തൊഴിലാളികളും മറ്റും കണ്ണന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ തയ്യാറാക്കുന്നു. അത്രയ്ക്കും വൃത്തിയിലും ഭക്തിയോട് കൂടിയിട്ടാണ് അവർ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തോമസ് വൈദ്യനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, വളരെ ഭക്തിയോട് കൂടി തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത്. കണ്ണൻ എന്തായാലും അവന്റെ നടക്കാനുള്ള ശേഷി തിരികെ പിടിച്ചിരിക്കണം. ഈ ചികിത്സയിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും നമുക്കത് നേടിയെടുക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ വിളിക്കുന്നുണ്ട്. എൻ്റെ അയ്യപ്പസ്വാമി ഒരിക്കലും എന്നെ കൈവിടില്ല. ഈ സമയം അവൾക്കായിട്ട് അവളുടെ ദേവിയാണെങ്കിൽ, അതായത് മഹി എന്നും കാണുന്ന ആ അമ്മയാണെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മഹി പറയുകയാണ്, എനിക്ക് എൻ്റെ കണ്ണേട്ടൻ ആ 18 പടികളും ചവിട്ടിക്കയറുന്നത്
ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ അവൾ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ മരുന്ന് തയ്യാറാക്കിയിട്ട് വരുന്ന സമയത്ത് തോമസ് വൈദ്യനും മഹിയും ആ കൂടെയുള്ള ഹെൽപ്പറൊക്കെ തന്നെ കണ്ണനെ കിടത്തിയതിന് ശേഷം വളരെ ഭക്തിയോട് കൂടിയിട്ടും പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ കണ്ണനെ ഉഴിഞ്ഞ് തരപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സമയം കണ്ണൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഒഴിയുന്ന സമയത്തൊക്കെ തന്നെ കണ്ണൻ നല്ലപോലെ തന്നെ ദേഹം നോവുന്നുണ്ട്, എങ്കിലും അവൻ അതൊക്കെ തന്നെ സഹിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സംഭവം നടക്കുകയാണ്. കണ്ണൻ ചികിത്സയ്ക്കൊടുവിൽ തനിയെ എഴുന്നേറ്റ് ഇരിക്കുന്നു. അതിനുശേഷം തറയിൽ കാലുകുത്തി നിൽക്കുന്നു. എന്തായാലും ഈ സമയം വലിയൊരു ദുരന്തമാണ് മഹാലക്ഷ്മിയെ കാത്തു നിൽക്കുന്നത്. അതായത് കോളിംഗ് ബെൽ കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ ആരോ അവളെ ബോധം കെടുത്തി റൂമിൽ നിന്നും കിടത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും മറ്റൊരു ചതി ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.